ഹായ്, ഹീലിംഗ് പവറിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മാജിക് പ്രാക്ടീസിൻ്റെ ഡേ 20 ആണെന്ന്. ഇതുവരെയുള്ള എല്ലാ വീഡിയോസും ഡേ 1 മുതലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ട് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡേ 20ൽ നമുക്ക് എന്താണ് പ്രാക്ടീസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് മാജിക് ഹെർട്ട് എന്നുള്ളതാണ്. ഹെർട്ട് നമുക്കറിയാം, നമുക്ക് രൂപം കൊണ്ട ആ സമയം മുതൽ നമുക്ക് വിശ്രമമില്ലാതെ നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരുപാട് അവയവങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത്, ഹൃദയം. അപ്പോൾ ഈ ഹൃദയം നമ്മൾ പറഞ്ഞിട്ടല്ല ജോലി ചെയ്യുന്നല്ലേ. നമുക്ക് ഒരു പ്രതിഫലവും നമ്മൾ കൊടുക്കാതെ നമുക്ക് വേണ്ടി നിരന്തരം വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു അവയവമാണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് വരെ ആ ഹൃദയത്തിന് നന്ദി പറഞ്ഞിട്ടില്ല. നമ്മൾ ഇന്നു മുതൽ നമ്മുടെ ഹൃദയത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പവർ എന്താണെന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം, ആ ഒരു മാറ്റം നിരന്തരം നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതോറും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റം തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. നമ്മൾ കണ്ണുകൾ അടച്ചിട്ട് നമ്മുടെ ഹൃദയത്തെ ഒന്ന് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ആ താളമിടിപ്പ് ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് അത് നമ്മൾ ബോധപൂർവം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന് നന്ദി പറയുക എന്നുള്ളതാണ്. നന്ദി നന്ദി നന്ദി. ഇത് നമ്മൾ ആദ്യം തുടക്കത്തിൽ കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ നോക്കി ഹൃദയത്തിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ആ ഒരു ഹൃദയമിടിപ്പ് ഒരു താളാത്മകമായ രീതിയിലേക്ക് നമുക്ക് മാറുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ നിരന്തരം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാവുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി, നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം സയൻസ് എന്ന് തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ നിരന്തരം അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം കണ്ണുകൾ അടച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞ് പിന്നീട് നമുക്ക് കണ്ണുകൾ തുറന്ന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ഹൃദയത്തെ ഫോക്കസ് ചെയ്യാനായിട്ട്, നമ്മുടെ മനസ്സിൽ ഹൃദയത്തെ ഫോക്കസ് ചെയ്യാനായിട്ട് പിന്നീട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഓരോ ഫുഡ് സ്റ്റെപ്പുകൾക്കും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന പ്രാക്ടീസാണ് നമ്മൾ പഠിച്ചത്. അത് നമ്മൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയത്തെയും നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഹൃദയത്തിന് നമുക്ക് നിരന്തരം നന്ദി പറയുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കേണ്ട ഏറ്റവും അടുത്ത് തന്നെ നേടിയെടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു 10 ആഗ്രഹങ്ങൾ നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. എന്നിട്ട് ആ എഴുതി വച്ചിട്ടുള്ള ആഗ്രഹങ്ങൾ ഓരോന്നായിട്ട് നിങ്ങൾ മനസ്സിൽ അത് നേടിക്കഴിഞ്ഞതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. അങ്ങനെ വിഷ്വലൈസ് ചെയ്തതിന് ശേഷം നിങ്ങൾ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഇങ്ങനെ നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് കൂടി നിങ്ങൾ നിരന്തരം നിങ്ങൾ ഓരോ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കേണ്ടതായിട്ടുള്ള ഓരോ ആഗ്രഹങ്ങളും അത് നേടിക്കഴിഞ്ഞതായിട്ട് ഉള്ള ഒരു ഫീല് നിങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് അത് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങളും നിങ്ങൾ ഇങ്ങനെ നിരന്തരം മടി കൂടാതെ നിങ്ങൾ ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത സമയത്ത് അത്ഭുതം സംഭവിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങൾ നിങ്ങൾ എഴുതി വച്ചിട്ടുള്ള ഈ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഓരോ ആഗ്രഹങ്ങളും യാഥാർത്ഥ്യമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ കൺമുന്നിലേക്ക് വരുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സത്യം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് ഇതെല്ലാം അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ. നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ റിസൾട്ടിലേക്ക് വരില്ല. എപ്പോഴും യൂണിവേഴ്സ് നമ്മൾ ഈ പ്രാക്ടീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ആക്ഷൻ പ്ലാനുകളും നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും വേണം എന്നുള്ളത് കൂടി നിങ്ങൾ മറക്കാതിരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് ഒരു സ്റ്റെപ്പ് നിങ്ങളുടെ ഒരു ആക്ഷൻ നിങ്ങൾ എടുത്തു വയ്ക്കുമ്പോൾ നിങ്ങളിലേക്ക് ആ ആഗ്രഹം അല്ലെങ്കിൽ യൂണിവേഴ്സ് 2 സ്റ്റെപ്പ് നിങ്ങളിലേക്ക് ആ ആഗ്രഹം യാഥാർത്ഥ്യമാകുന്നതിനുള്ള വഴികൾ അടുപ്പിച്ച് തരുമെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മാധുര്യം നിങ്ങൾ അനുഭവിച്ചറിയുക. അപ്പോൾ ഈ പ്രാക്ടീസും നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുക. നിങ്ങളുടെ നേടാനുള്ള ആഗ്രഹങ്ങൾ 10 എഴുതി വയ്ക്കുക. അത് നിങ്ങൾ നേടിക്കഴിഞ്ഞായിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക, അതിന് ഗ്രാറ്റിറ്റ്യൂഡും ചെയ്യുക. അപ്പോൾ ഇതുപോലെ നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക്
അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.